കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ചുവന്നു തുടുത്ത കൊല്ലം ജില്ല LDFനെ കൈവിട്ടു എന്നാണ് മാധ്യമ പ്രവചനമെങ്കിലും കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണ്. കൊല്ലം കോർപ്പറേഷനിൽ LDFന് തിരിച്ചടി നേരിട്ടെങ്കിലും മൊത്തം തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ LDFന് തന്നെയാണ് ആധിപത്യം. 4 മുനിസിപ്പാലിറ്റികളിലുള്ള കൊല്ലത്ത് 3 എണ്ണവും LDFനൊപ്പം അടിയുറച്ചു നിന്നു. ഇതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് ഭരണവും ഈ UDFന് തരംഗത്തിനിടയിലും നിലനിർത്താൻ LDFന് സാധിച്ചത് അതിന്റെ ജനകീയ അടിത്തറ കൊല്ലം ജില്ലയിൽ ശക്തമാണ് എന്നതിന്റെ തെളിവാണ്. 17 സീറ്റുകൾ നേടിയാണ് LDF ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തിയത്. വെറും 10 സീറ്റുകൾ മാത്രമാണ് UDFന് കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചത്. പഞ്ചായത്തുകളിലും LDF അതിന്റെ മേൽക്കൈ കൊല്ലത്ത് നിലനിർത്തി. 34 പഞ്ചായത്തുകളാണ് ഈ UDF അനുകൂല തരംഗത്തിലും LDFനൊപ്പം ഉറച്ചു നിന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് കണക്കുകളിലും LDFന് തന്നെയാണ് മേൽക്കൈ. തരംഗത്തിന്റെ തേരിൽ ഏറിയിട്ടും UDFന് വിജയിക്കാൻ സാധിച്ചത് വെറും 3 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മാത്രമാണ്. അതേസമയം LDF 7 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ UDF നേടിയതിനേക്കാൾ 7 സീറ്റുകൾ അധികം നേടിയാണ് LDF അതിന്റെ ആധിപത്യം നിലനിർത്തിയത്. 17 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലാണ് ഇത്തവണയും ചുവപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷനിലെ ജനവിധി മാത്രം വിലയിരുത്തി LDF കൊല്ലത്ത് അസ്തമിച്ചു എന്ന് വിധിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല.